പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പൊ ഗണ്ണ് വെച്ചിട്ട് ഞാൻ മുട്ടി പോടൽ നിർത്തിയെടുക്കാണ്. മുട്ടി പോടലേ അപ്പുറം 2 പേരെ സുടുവേ. சரியா? சும்மா இருக்கணும். சரியா? சுடட்டே? ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. കാല് പിടിപ്പിച്ചൂലേ? അത് എന്നോട് പറഞ്ഞതാണ്. ഇതൊക്കെ ഇരിക്കാനൊക്കെ ഇതങ്ങനെയൊന്നും അല്ലടാ അറിയില്ല. വളഞ്ഞാലൊന്നും കുഴപ്പമില്ല. കാലും വരുന്ന ഇതെങ്ങനെയല്ലേ? പ്രാവശ്യം വന്നിക്കുന്ന ന്യൂസ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്താ കൊടുക്കുന്ന വെച്ചാ അത് ചെക്കന്റെ വീട്ടുകാർക്ക് അവകാശമല്ലാന്ന്. അത് പെണ്ണിന് അത്ര അവകാശം. ഒരുപാട് ആൾക്കാർ ചോദിച്ചു വള എവിടെ, വള എവിടെയെന്ന്. കൈ നീട്ട്. ഈ വളയൊന്നും ഞാൻ കൊണ്ടുപോയി പണയം വെച്ചിട്ടില്ല. ഇതായിരിക്കണ് വള ഇരിക്കണേ. പണയം വെക്കേണ്ട ആവശ്യമൊക്കെ വന്നിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, വള പറ്റിയില്ലേ? എന്നിട്ട് തന്നോളി. പറ്റാത്തവരായിട്ട് നടക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. ഇന്ന് എല്ലാവരും ഉണ്ടാവും. വൈകുന്നേരത്ത് ചെറിയ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വിരുന്നുകാർ വരും, പിന്നെ ചെറിയൊരു പാട്ട്, ചെറിയൊരു ഫുഡ് കാര്യങ്ങൾ, കല്യാണ രാവ്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ മൊത്തത്തിൽ അടിച്ചു പൊളിക്കും. നൂല് കിട്ടുക ഈ നൂലുകൊണ്ടൊന്നല്ല കിട്ടുക, ഈരോട്ടെ കിട്ടുക. പിന്നെ വേറെ അതിലും കനുള്ള നൂലില്ലേ, കറുപ്പ് നൂല്. എന്താ ആണ്ട കുമ്പളങ്ങൊക്കെ കൊടുന്ന് വെച്ചിങ്ങനെ കല്യാണാണേ. കുമ്പളങ്ങ കൂട്ടാനോ ഒന്നും ചേരി കുമ്പളങ്ങ കായൊക്കെ കാണാണ്ട്. എന്ത് കുമ്പളങ്ങ? കുമ്പളങ്ങ കറിയോ? അങ്ങനെ ഉമ്മയുടെ ഉമ്മ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ മൈലാഞ്ചി കല്യാണം നടന്നില്ല ഇവിടെ. അത് നല്ല മൈലാഞ്ചി ചോക്കില് 4:30 വരെ എന്റെ ഉറക്കം കളഞ്ഞ ആൾക്കാരാണ് ഇരുന്നിട്ട്. എന്നിട്ട് അത് ചോന്നില്ലാന്നുണ്ടെങ്കിലേ പച്ചക്കറിയുടെ ഇല്ല, അത് കൊടുക്കാം. അവിടെ ഗൂഗിൾ പേ റെഡി അല്ല. കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട്. സെയ്ദ്ക്കാക്ക് കോഴിയുടെ പൈസ കൊടുക്കാണ്ട് 872, പച്ചക്കറി കടയില് 582. എന്ത് ഇന്നലെ ഗൂഗിൾ പേ ബ്ലോക്ക് ആയിക്കോ. എന്റെ കയ്യിലാണ് ഈ പൈസ ഇല്ല. ഒക്കെ ഒന്ന് കൊടുക്കൊക്കെ ഓർമ്മിക്കണം കേട്ടോ, കാരണം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഗൂഗിൾ പേ ആവണ്ടേ. ഗൈസ്, അപ്പോ എല്ലാവർക്കും ചൂട് പ്രമാണിച്ച് ഉമ്മ എന്താക്കിയാണ്, കൂകപ്പൊടി വെള്ളം കൊടുക്കുകയാണ്. മൂത്രച്ചൂട് ഉണ്ടാവൂല. ഇതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ എന്ത് നടന്നു, മെഹന്തി നൈറ്റ് നടന്നൂലേ. നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഒന്നും പ്ലാൻ ചെയ്തൊന്നുമല്ല. അപ്പോൾ മൈലാഞ്ചി ഇടുകയാണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എന്താക്കി ഒരു മെഹന്തി നൈറ്റാക്കി പോയി. ഇംഗ്ലീഷ് വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഓരോ പരിപാടികളാണ്. എന്തായാലും അങ്ങനെ മെഹന്തിയൊക്കെ ഇടൽ കഴിഞ്ഞ് ഇന്നലെ 4:30 മണിക്കാണ് ചക്കര മെഹന്തി ഇടൽ കഴിഞ്ഞത്. ഇപ്പോൾ അതാ അതിന്മേൽ ചൊറി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വലിയൊരു പിടുത്തല്ല, ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ നമുക്ക് നമ്മുടെ കല്യാണ തലേന്നുള്ള പരിപാടികളാണ്. രാവിലെ നിജാസ് അവിടുന്ന് പുറപ്പെട്ടിരിക്കണേ. നിജാസ് എന്തായാലും ഇവിടെ എത്തും. എവിടെ എത്തും? വൈകുന്നേരം ആകുമ്പോഴേക്കും നാട്ടിലെത്തും. പിന്നെ അവർക്ക് അവിടെ റൂം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണേ. ഒരു 5 പേര് ഇവിടെ താമസിക്കും. പിന്നെ ബാക്കിയുള്ളവർ ബസ്സിൽ വരും. എന്നിട്ട് അവിടെ എല്ലാവർക്കും പാടെ റൂം സെറ്റ് ചെയ്തിട്ട് പിന്നെ അവരിന്ന് നിക്കാഹിന് വരും. നിക്കാഹ് കഴിഞ്ഞിട്ട് നേരെ മണ്ഡപത്തിലേക്ക് വരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചക്കര ചൗക്കനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് വായിച്ചു ഞാൻ ചൊല്ലല്ല എനിക്ക് അപ്പം വരുന്നു. പോയിട്ടേ റോഡിൽ പോയിട്ടൊരു ഗ്ലൂക്കോസ് കയറ്റി വരാം. ആ, അത് ഛർദി വരുത്, പാതി വരുത്. ചക്കരക്കുള്ള മുല്ലപ്പൂ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തിനാ ആ മുല്ലപ്പൂ അങ്ങനെ? റോസ് എത്തിയില്ലേ? റോസ് തുറക്ക്.
ഓക്കെ. അപ്പോൾ ഇത് എവിടെ വാങ്ങിയത്? സേലത്തുനിന്ന്. മസാല എത്ര പൂ നമ്മുടെ നാട്ടിൽ വരില്ല ഇതിന്റെ ഒരു മണം. ഓക്കെ. നല്ല റോസാപ്പൂ ഉണ്ട്. ഫ്രിഡ്ജ് ആരും ആ ഫ്രിഡ്ജിൽ നേരെ എടുത്ത് വെച്ചോട്ടോ. മൂത്ത മരുമകൻ എത്തിയിട്ടുണ്ട്. കുറേ കമൻസ് കണ്ട് മൂത്ത മരുമകൻ എവിടെ, മൂത്ത മരുമകൻ എവിടെ എന്നുള്ളത്. അപ്പോൾ മൂത്ത മരുമകൻ എത്തി. ജോലി തിരക്ക് കാരണമാണ്. എന്തായാലും നമുക്ക് ഇന്നൊക്കെയാണ്. ഇതുവരെയുള്ളതൊക്കെ ഞാൻ ഓടിപ്പാഞ്ഞു. ഇന്ന് ഒരുപാട് ഓടിപ്പായുണ്ട്. അപ്പോൾ പിന്നെ ഒരാളും കൂടി വീട്ടിലത്തെ കാര്യം നോക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കുറച്ച് ഒഴിയും. ഓക്കെ. അത് ചക്കരക്ക് ഫുള്ള് മുല്ലപ്പൂ റോസാപ്പൂ ഒക്കെ കൊടുക്കുന്നത്. ഈ കുഞ്ഞിത്തലയിലേക്ക് എന്തൊക്കെ കാട്ടുക ഗൈസ്. ഇന്നൊരു വിറ്റ് കോമഡി ഉണ്ട്. ഇന്ന് ചക്കരനെ ഞാനിവിടെ കീഴിലുള്ള ചെരുപ്പിട്ട് നടത്തിക്കും. അത് ഇട്ടിട്ടൊക്കെ നടന്നു. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ റഹ്മത്താത്തോടെ കൊണ്ടുവയ്ക്കും. ഇവിടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ വെക്കാണ്ടാവും ചക്കര. അത് റഹ്മത്താത്തോടെ എവിടെ ഉറങ്ങണേ? ആരും ഉറങ്ങൂല. ഞാൻ വാങ്ങി കൊടുന്നേരാ. അതൊന്ന് വെക്കുന്നുണ്ടെന്ന് പറയും. ഒന്നും കിട്ടില്ല. ഇടക്കിടക്ക് ഫ്രിഡ്ജ് തുറക്കും മക്കള് വന്നിട്ട്. അത് തുറന്നാ പിന്നെ ഒരു പൂ ഉണ്ടാവില്ല അതില്. ആ ഓക്കെ. എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ അളിയൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയും പോകണ്ടോ? എങ്ങനെ എന്തിന്? എന്നാ ബൈക്ക് ഞാൻ റോഡിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ കൊണ്ടാക്കാൻ പോകും. ഇവിടുത്തെ ഫ്രിഡ്ജിലൊക്കെ പാടെ വെക്കാനേ. എന്നിട്ട് വേണം ഓരോരുത്തർക്ക് പോവാ. എല്ലാരും വന്ന് ഓരോ പൂ എടുത്തു കഴിഞ്ഞാൽ രാവിലെ പൂ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ചെമ്പരത്തി പൂ കൊണ്ട് തന്നെ എനിക്ക് വെക്കേണ്ടി വരും. താളി ഉപ്പാടെ ഫാമിലീസ് വരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഉമ്മയുടെ ഫാമിലീസ് വരും ഇൻഷാ അല്ലാഹ്. പിന്നെ നാട്ടുകാർ വരും. എല്ലാവരും വരും. പിന്നെ നമ്മളിവിടെ ചെറിയൊരു പ്രോഗ്രാം, ഷാനുവിൻ്റെ ചെറിയ പാട്ടും കാര്യങ്ങളും നമ്മളും പാടും. പിന്നെ ഒപ്പം സിനുവിൻ്റെ പാട്ടും എല്ലാവരുടെ പാട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ടോളി. ഞാൻ ഈ ഓരോ വീഡിയോ അപ്പം അപ്ഡേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ബോറടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നാമത് ലൈവ് ഇടാനുള്ള റേഞ്ചിൻ്റെ ഈ വീട്ടിലില്ല. ഞാൻ ഈ വീഡിയോ ഓരോന്നും എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പുറത്തെ കുളത്തിൻ്റെ അവിടെ പോയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ലൈവ് ഇടാൻ പറ്റാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ ലൈവായിട്ട് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്ന് ഫുൾ ഡേ നമ്മൾ അപ്പോൾ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആ കല്യാണം കൂടി നമ്മുടെ കൂടെ നിങ്ങളും കല്യാണം കൂടി ആ ഒരു ഫീല് കിട്ടും ഇൻഷാ അല്ലാഹ്. ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏത് തിരക്ക് മാറ്റി വെച്ച് ഞങ്ങൾക്കത് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സബ് ചെയ്ത് വെച്ചോളി. നമുക്ക് വീഡിയോ അടിച്ച് പൊളിക്കാൻ. ക്ഷീണാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കൊടുന്നത് പോലെ എന്ത് പൊട്ടിച്ചും തരണോ? അപ്പോൾ ഗൈസ് ഞാൻ ഇളനീര് വാങ്ങിയിട്ടുണ്ട്. 3 ഇളനീര്, മൊത്തം 4 ഇളനീര്. ഒന്ന് ഇനി ഉപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഉപ്പാക്ക്, പിന്നെ ഒന്ന് സൗഫിക്ക്, പിന്നെ സൗഫിക്ക് ചൂടുകൂരി അത്ര. അപ്പോൾ സൗഫിക്ക് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ 4 വാങ്ങിക്കില്ല. അവിടെ ആയിട്ട് നമ്മൾ ഗോൾഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ തുടങ്ങിയതാണ്. മൂത്ത പെങ്ങൾ എന്താ ഇത്താത്ത എന്താ ഇട്ട് കൊടുത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ആരെയും പ്രതീക്ഷിച്ചിട്ടോ ആരും ഇതാക്കിയിട്ടില്ല. നമ്മളെങ്ങോട്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. പിന്നെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളോ ഓരോ മനുഷ്യന്മാരോ ചിലപ്പോൾ ഉള്ള ടൈം ഉണ്ടാവും, ഇല്ലാത്ത ടൈം ഉണ്ടാവും. അപ്പോൾ ഓരോ കമൻസ് കാണുമ്പോൾ അവർക്കാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇടങ്ങേറുകളും ഉണ്ടാവും. എല്ലാവർക്കും ഇപ്പോൾ എന്നും ഒരേമാതിരി ആയിക്കൊള്ളുന്നില്ല, കടമകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, സാഹചര്യം കൂടി മനുഷ്യന്മാർ മനസ്സിലാക്കണം. ഓക്കെ. അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ഞാൻ അപ്പം ഡിലീറ്റ് ആകും. കാരണം ബാക്കിയുള്ളവർ കാണണ്ട എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. പോൾക്ക് ഉണ്ടോ ഇല്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും ചോദിക്കാനും നിന്നിട്ടില്ല, ഒന്നിനും ഇതാക്കാനും നിന്നിട്ടില്ല. ഞാൻ നമ്മുടെ ഇതിൽ പോകാമായിരുന്നു. അപ്പോൾ എന്തായാലും ഓള് അളിയനെ കാത്ത് നിൽക്കുന്നു. ഇത്ര ദിവസം ഉണ്ടാകാതെ അളിയനെ കാത്ത് നിൽക്കുന്നു. അളിയൻ വന്നപ്പോൾ അവർ ഇന്ന് 2 പാടെ പോയി. ചക്കരക്ക് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ഗോൾഡ് വാങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഓളെ ചാനലിലെ വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ ചാനൽ എന്താ വെച്ചാൽ നമ്മളതിലാണ് കൂടുതൽ കമൻസ് വന്നുകൊണ്ട് ഞാൻ ആ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അതുപോലത്തെ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പേഴ്സണലി ആരോടും അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇടങ്ങാറാവുന്ന രീതിയിൽ ചോദിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ. ആ പരാതി അങ്ങോട്ട് തീർത്ത് അല്ലേ സോഫിയ? പരാതിയല്ല, ഓളുടെ ഒരു ആഗ്രഹം ഓളത് തീർത്തു കൊടുക്കുന്നുണ്ട്. വളല്ല ആ ഡെയിലി യൂസിനായിട്ട് എടുത്ത എന്താണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെടുത്തത് മൊത്തം ഡെയിലി യൂസിനായിട്ട് എടുത്തത്. ആ ഇഷ്ടം. ഓക്കെ. അപ്പോൾ എന്തായാലും ചക്കര വള ജസ്റ്റ് ഗൈസ് കണ്ടോളി. ഇതാണ് സോഫി എടുത്തെടുത്ത വള. മൈലാഞ്ചിയോട് നിൽക്കണം കേട്ടോ. ചക്കര ഹാപ്പി?
ഓക്കെ യു ഹാപ്പി, എല്ലാവരും ഹാപ്പിയായി. എല്ലാവരും happy ആണ്. ഇനി ആ ഒരു കമന്റ്സ് വേണ്ട ഗൈസ്. ഓക്കെ ബൈ.